ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനായകൻ ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ വിഷയൻ്റെ കാര്യം ആലോചിച്ചിട്ട്. അന്നേരം നന്ദിനി വന്നിട്ട് ചോദിക്കുകയാണ്, കുറേ നേരമായല്ലോ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്, മുറിയിൽ നടന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങുന്നില്ല, എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണേ. വിഷയൻ്റെ കാര്യം ആലോചിച്ചിട്ടാണോ ചോദിക്കുമ്പോൾ, പിന്നെ അല്ലാതെ എനിക്ക് ആകെ ടെൻഷനാവുന്നു, വിഷമിച്ചിട്ട് എനിക്ക് പുറത്തിറങ്ങാനും പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. അത് നിങ്ങളെന്തിനാണ് മനുഷ്യ ടെൻഷൻ അടിക്കുന്നത്? നിങ്ങളല്ലല്ലോ അത് ചെയ്തത്, എന്നാലും ഞാനല്ല ആ ജോലിക്ക് ഏൽപ്പിച്ചു കൊടുത്തത് എന്നൊക്കെ പറയുകയാണേ. ഈ സമയത്ത് ചന്ദ്രശേഖരൻ വിളിക്കുകയാണ് കേട്ടോ. ഹലോ വിനായക എന്ന് പറയട്ടോ. സാറേ എന്താ സാറേ എന്ന് ചോദിക്കും. എന്തായാലും കൊള്ളാം, ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് താൻ വിചാരിച്ചോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. സാറേ വിശ്വേട്ടൻ്റെ കാര്യം അതെന്തായാലും ശരിയായ രീതിയിൽ തന്നെയാണ് പോകുന്നത്. എന്തായാലും താൻ ചെയ്തു തന്ന ഉപകാരങ്ങളൊന്നും ചെറുതല്ലല്ലോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ സാറേ വിശ്വേട്ടൻ അങ്ങനെയൊന്നും ചെയ്യൂല എന്ന് പറയട്ടോ. ചെയ്യൂല എന്നുള്ളതൊക്കെ ശരി തന്നെ, പക്ഷെ ഇപ്പോൾ തൽക്കാലം ചെയ്തു പോയില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, വരുന്ന വഴി തന്നെ കാര്യങ്ങൾ പോട്ടെ എന്ന് പറയട്ടോ. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, സാറേ വിശ്വേട്ടൻ പാവമാണ്, വിശ്വേട്ടൻ അങ്ങനെ ഒരു തെറ്റിലേക്ക് പോകുന്ന ആളല്ല, എനിക്കൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ല എന്നൊക്കെ പറയും. താൻ എന്തിനാണോ ടെൻഷൻ അടിക്കുന്നത്? താനൊന്നും ടെൻഷൻ അടിക്കണ്ട. പിന്നെ താൻ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉപകാരം കൂടെ ചെയ്തു തന്നു, ഒരു ഒപ്പിടിച്ച് തന്നില്ലേ ഒരു ചിട്ടിയുടെ പേരിൽ, ഒരു കാര്യം കൂടെ ചെയ്തു. ഒപ്പിടിച്ചു തന്നതോ? അത് ചിട്ടി ചേരാനല്ലേ? ചിട്ടി ചേരാനല്ല, അങ്ങനെ ഒരു ചിട്ടിയൊന്നും ഇല്ല എന്ന് പറയട്ടോ. സാറേ ഇത് ചതിയാണ് എന്ന് പറയട്ടോ. അതെ ചതി തന്നെയാണ്, ചിട്ടി ചേരാൻ വേണ്ടിയിട്ടല്ല, ഒരു ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് 10 ലക്ഷം രൂപ മോഷ്ടിച്ചതെന്നുള്ള രീതിയിലേക്കാണ് ഞങ്ങൾ കാര്യങ്ങൾ കോടതിയിൽ തെളിയിക്കാൻ പോകണമെന്ന് പറയും. സാറേ ഇത് വലിയ ചതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിനായകൻ ആകെ ടെൻഷൻ അടിക്കാണ്ടോ. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, എടോ താൻ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കേണ്ട, താൻ ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ നിന്നാൽ പോരെ. എന്നാലും സാറേ വിശ്വേട്ടൻ്റെ കാര്യം എന്ന് പറയാൻ കേട്ടോ, അവൻ്റെ കാര്യം ഇനി പോക്കാണ്. എന്തായാലും ഈ അടി വിക്രമിന് തന്നെ കിട്ടണം, വേദയും. എന്തായാലും അവർക്ക് രണ്ടുപേർക്കും കൂടി വെച്ചിട്ടുള്ളൊരു കെണിയാണിതെന്ന് താൻ അറിഞ്ഞതായിട്ട് നടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കട്ട് ചെയ്യണേ. അപ്പോൾ നന്ദിനി ചോദിക്കും, എന്താ കാര്യം? അത് വർഷയുടെ അച്ഛനെ വിളിച്ചത്. എന്തിന് ചോദിക്കും. അത് വിശ്വേട്ടൻ അവർ കുടിക്കിയതോ? ഞാൻ ആ ജോലി വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് ശ്രീകാന്ത് സാറിൻ്റെ കമ്പനിയാണെന്ന് ചെറുതായിട്ട് അറിയായിരുന്നു, പക്ഷേ ഇങ്ങനെ ഒരു ചതി ഉണ്ടെന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയാണ്. മാത്രമല്ല ഒരു ഒപ്പിടിച്ച് കൊടുത്തില്ലേ നമ്മൾ, അത് വിശ്വേട്ടനെതിരെയുള്ള തെളിവുകളാക്കിയിട്ട് മാറ്റാൻ പോവാണ്. ദേ മനുഷ്യ, അപ്പോൾ വിശ്വേട്ടനെ കുടിക്കാതെ നിങ്ങളും കൂടെ അറിഞ്ഞിട്ടാണല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനെ നിങ്ങൾ കുടുങ്ങിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് എന്നെ കൂടെ വലിച്ചിട്ടുണ്ടെങ്കില്ല എൻ്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞ് നന്ദിനി അവിടെ നിന്ന് പോകുകയാണേ. പിന്നെ കാണിക്കുന്ന ശ്രീനിധി സാറിനെയും വിക്രമിനെയാണ് കേട്ടോ. അപ്പോൾ ശ്രീനിധി സാറ് പറയുന്നുണ്ട്, വല്ലാത്തൊരു അടിയായിപ്പോയി, പതുങ്ങിയിരുന്ന് അടിച്ചതാണവൻ, നിന്നെ പല രീതിയിൽ താഴ്ത്താൻ ശ്രമിച്ചിട്ടും നിന്നെ കൊടുക്കാൻ ശ്രമിച്ചിട്ടും നടക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ വഴി ശ്രമിച്ചു തുടങ്ങിയത് എന്ന് പറയാണ് കേട്ടോ. അന്നേരം വിക്രം പറയുന്നുണ്ട്, അതെ എനിക്കെതിരെ പലതും കളിച്ചു നോക്കിയല്ലോ, അവസാനം അതൊന്നും നടക്കില്ല എന്ന് കണ്ടപ്പോഴാണ് അവൻ ഈ കളി ഇറക്കി തുടങ്ങിയത്. ഇതിലെന്തായാലും ഞാൻ കുടുംബം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവൻ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് പറയുകയാണേ. അപ്പോൾ വിക്രം പറയുകയാണ്, ഇതിപ്പോൾ തുടർച്ചയായിട്ട് വീട്ടുകാർക്കെതിരെ ഓരോരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ജപ്തി ഭീഷണി, വീട് കത്തിക്കൽ, ഇപ്പോൾ ഇതാ വിശ്വേട്ടൻ, ഇതിനെല്ലാം ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. എന്ത് മാർഗ്ഗമാണ് നീ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും എഴുന്നേൽക്കാത്ത വിധത്തിൽ അവനെ ഇല്ലാതാക്കുക, അത്ര തന്നെ. ഞാൻ കുറച്ച് കാലം ജയിലിൽ പോയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീനി സാറ് പറയും, മണ്ടത്തരം പറയില്ല വിക്രം, നീ ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ശത്രുക്കൾ തലപൊന്തിക്കൂലേ? നീയുള്ള ധൈര്യത്തിലാണ്, നീയൊരു കാവലാളായിട്ട് ആ വീടിനുള്ളത് കൊണ്ടാണ് ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ കൂടെ കാര്യങ്ങൾ നീങ്ങുന്നത്. എല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പക്ഷേ ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ സാറേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിനായകൻ അറിയായിരുന്നോ ശ്രീകാന്തിൻ്റെ കമ്പനിയാണ്? ഇല്ല എന്നാണ് അയാൾ പറയുന്നത്. പക്ഷേ വിനായകേട്ടനായതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല, സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ആളാണ് വിനായകേട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീനി സാറ് പറയാണ്, അത് ശരിയാണ് നീ പറഞ്ഞത്, അതൊരിക്കലും നീ അനുഭവിച്ചതാണല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ വിക്രം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ വിക്രമത്തിൻ്റെ കാര്യത്തിൽ മുമ്പ് വിനായകൻ എന്തോ ചതി ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. അപ്പോൾ ശ്രീനി സാറ് പറയാണ്, ഇതിപ്പോൾ എടുത്തടിച്ചതുപോലെ ഒരു കാര്യം തീരുമാനിക്കരുത്, തല്ലി തീർക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. കാരണം ഇപ്പം നമുക്ക് വേണ്ടത് വിഷയത്തിനെ പുറത്തിറക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ ആലോചിച്ച് ശ്രീകാന്തിനുമായിട്ടൊരു മയത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോയാൽ മതി എന്നൊക്കെ ശ്രീനി സാറ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദേഷ്യത്തോടു കൂടിയിട്ട് വിക്രം അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇതേ സമയം
നമ്മളെ വേദന കാണാനല്ല ശ്രീകാന്തിനെ കാണാനായിട്ട് ഓഫീസിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ മാനേജറെ കണ്ട് സംസാരിക്കുന്നുണ്ട്. സുഭാഷ് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കും. എനിക്ക് സുഖമാണ്. എൻ്റെ വൈഫ് എപ്പോഴും മേഡത്തിന് ചോദിക്കും, മേഡം എൻ്റെ മോൾക്ക് വേണ്ടി അന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, അതിൽ ഒരുപാട് നന്ദി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തോ അവർ തമ്മിലുള്ളൊരു കാര്യമാണത്. അങ്ങനെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വരികയാണ് വർഷമല്ല വേദ. അപ്പോൾ വേദന കാണുമ്പോൾ തന്നെ ശ്രീകാന്ത്, ആഹാ നീയോ, അകത്തേക്ക് കയറിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ അങ്ങനെ ഒരു ചോദ്യം എന്ന് പറയുകയാണ്. അല്ല പണ്ടത്തെ കാലമല്ലല്ലോ ഇപ്പോൾ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും, ഞങ്ങൾ പണ്ടത്തെ ആൾ തന്നെയാണ്, നീയാണ് മാറിയത്, നിനക്കാണ് മാറ്റം എന്ന് പറയുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ആഹാ എനിക്കാണ് മാറ്റം എന്നാണല്ലേ ഏട്ടൻ കണ്ടുപിടിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കും. അതെ, ഞാൻ തന്നെയാണത് കണ്ടുപിടിച്ചിട്ടുള്ളത്, നിനക്കാണല്ലോ മാറ്റം, നീയാണല്ലോ ഈ ഓരോരോ കാര്യങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിക്കുന്നത് നടപ്പിലാക്കുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് ഏട്ടനല്ലേ, ശ്രീയേട്ടനല്ലേ ഇപ്പോൾ തീരുമാനിക്കുന്നത്. അതെ, ഇപ്പം ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ തന്നെയാണ് അത് നടപ്പിലാക്കുന്നത് എന്ന് പറയണേ. അപ്പോൾ വേദ പറയുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് എഴുന്നേറ്റ് പറയും, എടി ഇപ്പം ഞാൻ ഈ ചെയ്തിരിക്കുന്നത് നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ ചതിക്കാൻ വേണ്ടി തന്നെയാണ്. നിൻ്റെ ഭർത്താവിൻ്റെ ഏട്ടനെ കുടുക്കിയത് ഞാൻ തന്നെയാണ്. നീ എന്ത് ചെയ്യും? നീ ഒരു പെണ്ണല്ലേടി, എനിക്ക് ശേഷം വന്നവളല്ലേ നീ, എന്നിട്ട് നിനക്ക് എന്തിനാണ് ഇത്ര അഹങ്കാരം? നിനക്ക് എന്തിനാണ് ഇത്ര ജാട? നീ സാധാരണ രീതിയിൽ ജീവിച്ചാൽ പോരെ? നീ അവനെ വിട്ടിട്ട് വീട്ടിലേക്ക് വന്ന് സാധാരണ ഒരു പെണ്ണായി അടക്കവും ഒതുക്കമുള്ളൊരു പെണ്ണായി ഭർത്താവല്ല അച്ഛനും ആങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ച് അവനെ കല്യാണം കഴിച്ച് അവൻ്റെ കുട്ടികളെ പ്രസവിച്ച് സന്തോഷത്തോടു കൂടിയിട്ട് സമാധാനത്തോടു കൂടിയിട്ട് ജീവിക്കുന്നൊരു പെണ്ണായിട്ട് നീ ജീവിക്കും. അങ്ങനെയാണ് പെണ്ണുങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ വേദ പറയാണ്, പെണ്ണുങ്ങളെക്കുറിച്ച് ശ്രീയേട്ടൻ്റെ മനസ്സിലുള്ള കാര്യം ഇപ്പോൾ തുറന്നു പറഞ്ഞതിൽ വളരെ നന്ദിയുണ്ട്. ഇങ്ങനെ ഒരു കാര്യമാണല്ലേ പെണ്ണുങ്ങളെക്കുറിച്ച് ശ്രീയേട്ടൻ്റെ മനസ്സിൽ. പക്ഷേ അത് എൻ്റെ അടുത്ത് വേണ്ട, ഞാൻ അങ്ങനെ ഒരു പെണ്ണല്ല. സ്വന്തം ഇഷ്ടങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. പിന്നെ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ എവിടെ വെച്ചായാലും ഉറക്കെ തന്നെ വിളിച്ച് പറയും. അത് അച്ഛൻ്റെ മുന്നിലായാലും ഭർത്താവിൻ്റെ മുന്നിലായാലും ആങ്ങളുടെ മുന്നിലായാലും അതിനെനിക്ക് ഒരു നഷ്ടവുമില്ല. മാത്രമല്ല എൻ്റെ അച്ഛന് ഇപ്പോൾ ശ്രീയേട്ടൻ വിചാരിച്ച രീതിയിലുള്ളൊരു പെണ്ണായിട്ട് ജീവിക്കാനല്ല വളർത്തിയിട്ടുള്ളത്. എൻ്റെ അച്ഛൻ വളർത്തിയ രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ ഏട്ടൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പെണ്ണിൻ്റെ ബലത്തിലാണ് പറയുന്നത്, ഒരു പെണ്ണിൻ്റെ വാക്ക് കേട്ടിട്ടാണ് പറയുന്നത്. എടി എന്ന് പറഞ്ഞിട്ട്, അതെ വർഷത്തി പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഏട്ടൻ ചെയ്യുന്നത്, എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നത്. അവൾ പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എനിക്ക് തോന്നിയിട്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നിനക്കിതിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാലേ ചെയ്ത് കാണിക്കുക എന്ന് പറയും. ഇതുതന്നെയാണോ അച്ഛനുള്ള അഭിപ്രായം? അച്ഛൻ്റെ അഭിപ്രായം അറിയാനായിട്ടേ നീ കുറച്ച് നാൾ കാത്തിരിക്കേണ്ടി വരും. കാരണം അച്ഛൻ നാട്ടിലില്ല. പിന്നെ അച്ഛൻ പോയി വരുമ്പോഴത്തേക്കും നിൻ്റെ വിശ്വേട്ടൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. മാത്രമല്ല ബാക്കിയുള്ളവരുടെ കാര്യത്തിലും ഞാനൊരു തീരുമാനം ഉണ്ടാക്കും അച്ഛൻ പോയിട്ട് വരുന്നതിനുള്ളിൽ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വേദയ്ക്ക് മനസ്സിലായിട്ട് അച്ഛൻ നാട്ടിലില്ല എന്നുള്ള കാര്യം. അപ്പോൾ വേദ പറയാണ്, ഇതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവസാനിച്ചു എന്നാണോ ശ്രീയേട്ടൻ വിചാരിക്കുന്നത്? അല്ല, നീ ഒരു കാര്യം ചെയ്യ്, നീ അവനെ ഉപേക്ഷിച്ചിട്ട് വീട്ടിലേക്ക് വായു, സന്തോഷത്തോടു കൂടിയിട്ട് ഞങ്ങൾ പറയുന്ന കേട്ട് ജീവിക്കുക, അതാണ് നിനക്ക് വേണ്ടത്. ആ നെറുകെട്ടവൻ്റെ കൂടെ ജീവിച്ച് ജീവിതം പാഴാക്കാനായിട്ട് നീ എന്തിനാണ് ഇങ്ങനെ തീരുമാനിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ആരെ കൂടെ ജീവിക്കുന്നുള്ളത് എൻ്റെ തീരുമാനമാണെന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും കേട്ടോ. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കാണിച്ചാൽ ജയിച്ചു വാന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പറഞ്ഞേക്കും. പിന്നെ കാണിക്കുന്നത് വിനായകനെ നന്ദിനെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ എന്താ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്നത്? കുറേ നേരമായാലും ഞാൻ ശ്രദ്ധിക്കുന്നത്. എന്തായാലും ഈ ചേട്ടൻ ഇങ്ങനെ ഒരു വിധി വന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് വയ്യ. ഞാൻ അറിഞ്ഞിട്ടാണ് ശ്രീകാന്ത് സാറിൻ്റെ കമ്പനിയാണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ ജോലിക്ക് കൊണ്ട് ചേർത്തു. എന്നെങ്ങാനും ഇവിടെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ അതിപ്പോൾ ആരും അറിയാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ പറഞ്ഞു. പക്ഷേ എന്നാലും അവർ ഇത്രയും വലിയൊരു ചതി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ നന്ദിനി പറയാണ് കേട്ടോ, അതെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണം. നിങ്ങളിങ്ങനെ പേടിച്ച് ആൾക്കാരെ അറിയിക്കും. അതാണ് ഇപ്പോൾ ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങൾ വെറുതെ ഇരിക്കും മനുഷ്യനെ. നിങ്ങളിതിലൊന്നും അറിഞ്ഞിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടുമില്ല, അത്ര തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ നിങ്ങൾ ഉറച്ചു നിന്നാൽ മതി. എന്തായാലും 2-3 ദിവസമായിട്ട് ഇവിടെ കരച്ചിലും നെഞ്ഞത്തിടിയും ഒക്കെ ആയിട്ട് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. എൻ്റർടൈൻമെൻറ്റോ? ശ്രീജേടത്തിരേ ആ വേദന കൂടിയിട്ടേ ശ്രീജേടത്തി എന്നെ കുറേ കളിയാക്കിയതാ, കുറച്ച് അവർ അനുഭവിക്കട്ടെ എന്ന് നന്ദിനി പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് വിനായകനാകെ വിഷമാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ശ്രീജ ആകെ വിഷമിച്ചിരിക്കുകയാണ്. സ്റ്റേഷനിൽ ഇരുന്നിട്ട് വിശേട്ടൻ ആകെ പേടിച്ച് വിറക്കി വെച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് തന്നെ ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് കരയുന്ന ആളാണ്.
ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും എന്നൊക്കെ പറയാണ്. ശ്രീജ നീ വിഷമിക്കാതിരിക്കും, വേദ അവളുടെ ചേട്ടനെ കാണാൻ പോയിട്ടുണ്ടല്ലോ, വിക്രമും ആരെയും കാണാൻ പോയിട്ടുണ്ട്, അവർ രണ്ടുപേരും കൂടിയിട്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കും എന്ന് പറയാണ്. അപ്പോൾ കമലാൻ പറയുന്നുണ്ട് അവർ രണ്ടുപേരും ചേർത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ നമുക്കൊരു വക്കീലിനെ കണ്ടാലോ, അതൊന്നും നടക്കുന്ന കാര്യമില്ല, ചെറിയ കേസൊന്നുമല്ല അതൊന്ന് അച്ഛൻ പറയും. അപ്പോഴേക്കും നന്ദിനി വന്നിട്ട് പറയും ഇതിനൊക്കെ കാരണം അവൾ ആ വേദ എന്ന് പറയട്ടെ. അപ്പം അച്ഛനിങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ വെറുതെ നോക്കണ്ട, ഞാൻ പറഞ്ഞത് സത്യമല്ലേ, വിക്രം കാര്യം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഈ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ വേദ വന്നതിന് ശേഷമല്ലേ ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ഈ വീട്ടിൽ ഉണ്ടായി തുടങ്ങിയത്, ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങളെന്ന് പറയും. അപ്പം അച്ഛൻ പറയും അവൾ തന്നെയാണല്ലോ അവനെ പുറത്തിറക്കി കൊണ്ടുവരുന്നതും, അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, അവൾ ആയിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് അവൾ ഇറങ്ങി പുറപ്പെട്ടതിനെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ കമല പറയും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന നന്ദിനി എന്ന് പറയാൻ കേട്ടോ. അല്ല ഇതിപ്പോൾ ശ്രീജേടത്തി വേദയും കൂടി ഇങ്ങനെ കൂട്ടുകൂടി നടന്നിപ്പോൾ വേദ ശ്രീജേടത്തിക്ക് തന്നെ ഒരു പണി തന്നു, അത്രയും വിചാരിച്ചാൽ മതി. ഇന്നത്തെ എപ്പിസോഡിൽ അതുള്ളൂ കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് വിക്രം വരികയാണ്. ആ സമയത്ത് ദർശൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ദർശൻ പറയുന്നുണ്ട് വിശ്വനെ ഇറക്കാനായിട്ടുള്ള ഒരു തടസ്സമാവരുത് വിക്രമിൻ്റെ ഈ വരവ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ വിക്രം അതൊന്നും കേൾക്കുന്നില്ല. ശ്രീകാന്തിനെ അങ്ങോട്ട് വിളിച്ചിറക്കിയിട്ട് ശ്രീകാന്താണ് വെല്ലു വിളിക്കുന്നത്, നിൻ്റെ ചേട്ടൻ നിനക്ക് ഇറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറക്കടാ, ഞാൻ തന്നെ ഇവിടെ കുടിക്കുമെന്ന് പറയുമ്പോഴത്തും നെഞ്ചത്താഞ്ഞൊരു ചവിട്ടുമ്പോഴത്തേനും ശ്രീകാന്ത് ഇടിയെ പൊളിയെ വീഴാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ അവസാനത്തെ കളിയായിരിക്കണം ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും വർഷം ഓടി വരികയാണ് കേട്ടോ ശ്രീകാന്തിൻ്റെ ഒച്ചയും വിളിയും കേട്ടിട്ട്. വർഷം മാത്രമല്ല മുത്തശ്ശിയും പത്മവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ, അവരൊക്കെ കാര്യങ്ങൾ അറിയാണ്. പിന്നെ കാണിക്കുന്നത് വേദയും ദർശനും കൂടെ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കേസിൽ എനിക്ക് വേണ്ടിയിട്ട് വിശേട്ടനെ ഇറക്കാൻ വേണ്ടിയിട്ട് ദർശൻ ഹാജരാവണ്ട, പിന്നെ ആര് ഹാജരാവും എന്ന് പറയുമ്പോൾ വേദ ഇങ്ങനെ ചിരിക്കുന്നു. അപ്പോൾ വേദ തന്നെയായിരിക്കും ഈ കേസിൽ വിശ്വത്തിന് വേണ്ടിയിട്ട് വാദിക്കാൻ പോകുന്നത്.